അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടൈം മോഡൽ ഇവാലുവേഷൻ യൂണിറ്റ് 5, 6, 7, 8 എന്നീ പാഠഭാഗങ്ങളിൽ നിന്നാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ കോമ്പസ്? വടക്ക് നോക്കി യന്ത്രം എന്നാൽ എന്ത്? അതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എ കോമ്പസ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ. ദിക്കുകൾ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമ്പസ്. This instrument is based on the principle that a freely moving magnetic needle will remain in the north-south direction. അതായത് ഫ്രീ ആയിട്ട് കറങ്ങുന്ന ഒരു മാഗ്നറ്റിക് സൂചിയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ സൂചി എപ്പോഴും നോർത്തിലേക്കും സൗത്തിലേക്കുമായിട്ടാണ് നിൽക്കുന്നത്. അതിലെപ്പോഴും നമ്മളെ നോർത്തിനെ സൂചിപ്പിക്കുന്ന ഭാഗത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു റെഡ് കളറ് പെയിൻ്റ് അടിച്ചിരിക്കും. അപ്പോൾ ആ റെഡ് കളർ പെയിൻ്റ് ഉള്ളത് നോർത്ത് സൈഡും റെഡ് കളറില്ലാത്ത സൂചി നിൽക്കുന്നത് സൗത്ത് സൈഡിനെ സൂചിപ്പിച്ചുമായിരിക്കും. എ സ്പെഷ്യലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് നോർത്ത്. ദിസ് ഇൻസ്ട്രുമെന്റ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ സെയിലേഴ്സ് since ancient times to find the direction in sea voyages. സമുദ്രയാത്രയിൽ നമുക്ക് ദിക്കൊന്നും അറിയാൻ യാതൊരു മാർഗവുമില്ല. എല്ലാ സൈഡിലും വെള്ളമായിരിക്കും. ചിലപ്പോൾ രാത്രിയാണെങ്കിൽ സൂര്യനെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പുരാതന കാലം മുതൽ ദിക്കറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. ഇതിൻ്റെ മലയാളം വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് മാർക്ക് ദ ഡിറക്ഷൻസ് ഓൺ ദ മാപ്പ്. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, അതിൽ ദിക്കുകൾ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഏത് മാപ്പാണ് തന്നിരിക്കുന്നത് അതിൻ്റെ സെൻട്രലിലൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗം ഉള്ളത് വടക്ക് ഭാഗമാണ്, അത് നോർത്താണ്. താഴത്തെ ഭാഗം മുഴുവനും സൗത്തിനെ സൂചിപ്പിക്കുന്നു, തെക്ക് വശത്തെ സൂചിപ്പിക്കുന്നു. ഒരു മാപ്പിൻ്റെ നേർപകുതിയുടെ മുകൾ വശം നോർത്തും അടിവശം സൗത്തുമാണ്. ഇതേപോലെ മധ്യഭാഗത്തുകൂടി താഴോട്ടൊരു വരയിട്ടാൽ അതിൻ്റെ വലതുവശം സൂചിപ്പിക്കുന്നത് കിഴക്കും ഇടതുവശം സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറുമായിരിക്കും. ഇതിൽ കുറച്ച് ഭാഗത്ത് ആ വയലറ്റും ചുവപ്പും കൂടി കലർന്നു വരുന്ന ഒരു സ്ക്വയർ പോലെ കാണാനുണ്ട്. അതിനെ നമ്മൾ വടക്ക് കിഴക്ക് എന്ന് പറയും. അതേപോലെ തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയും. റൈറ്റ് ഡൗൺ ദ മേജർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഒരു വിവരണം എഴുതുക. ഉത്തരം നോക്കാം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. The local self-government institutions include the 3-tier പഞ്ചായത്ത് സിസ്റ്റംസ്. ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലുള്ള 3 ടയർ ആയിട്ടുള്ള പഞ്ചായത്ത് സിസ്റ്റമാണ്. ആസ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വലിയ പട്ടണങ്ങളിലാണെങ്കിൽ ആൾസോ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ് ഇൻ അർബൻ ഏരിയാസ്. പട്ടണങ്ങളിലാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റി എന്നോ കോർപ്പറേഷൻ എന്നോ അറിയപ്പെടും. അതായത് ജനങ്ങൾ കുറവുള്ളതാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, കണ്ടമാനം ജനങ്ങളുള്ളതാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റി, വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ പ്രദേശമാണെങ്കിൽ അതിനെ കോർപ്പറേഷൻ എന്ന് പറയും. Who said these words? ഈ പറഞ്ഞത് ആര്? ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ വേർഡ് ഡെമോക്രസി. ഡെമോക്രസി വിശദീകരിക്കുക. അതിനെ സംബന്ധിച്ച് ഒരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിവരണം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനാധിപത്യത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട 2 രാജ്യങ്ങൾ ഏതെല്ലാം? അവിടെ ഡെമോക്രസിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള 2 പ്ലേസസിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നിൽ എ എന്നും ഒന്ന് ബി എന്നും കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഏഥൻസ് അല്ലെങ്കിൽ ഗ്രീസ് എന്നെഴുതിയാലും മതി. അടുത്തത് ബി ഇംഗ്ലണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ, പട്ടിക പൂരിപ്പിക്കുക. എക്സാമിൻ്റെ മാപ്പ് ഓഫ് കേരള, കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ചതിന് ശേഷം ഫൈൻഡ് ആൻഡ് ഡ്രോ ദ സിംബിൾസ് ഇൻഡിക്കേറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫേസ് ഇൻ ദ ഗിവൺ ടേബിൾ. ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്ന ചില സിംബലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. അവിടെ ഇൻഡെക്സ് എന്നും സിംബൽ എന്നും 2 കോളംസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ റോഡ്, റെയിൽ റോഡ്, റിവർ, പോർട്ട് ഇതിനെ സൂചിപ്പിക്കുന്ന സിംബൽസ് നമ്മൾ അവിടെ വരയ്ക്കണം.
ഇതിൽ കുറച്ച് സിമ്പിൾസേ വരയ്ക്കാൻ പറയുന്നുള്ളൂ. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ടെസ്റ്റിൽ പേജ് നമ്പർ 75 നോക്കാം. ഇതാണ് സ്റ്റേറ്റ് ബൗണ്ടറി എന്ന് പറയും. സ്റ്റേറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തിയും തമിഴ്നാടിൻ്റെ അതിർത്തിയും സൂചിപ്പിക്കുന്ന ഇങ്ങനെ ഈ വിട്ടുവിട്ടിട്ടുള്ള വരെയാണ് സ്റ്റേറ്റ് ബൗണ്ടറി. അടുത്തത് ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ്. ജില്ലാ ആസ്ഥാനം, അതായത് പാലക്കാട് ജില്ല, കോഴിക്കോട് ജില്ല, തിരുവനന്തപുരം ജില്ല, അങ്ങനെ ജില്ലകളെ വേർതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഇത്തിരി കട്ടിയുള്ള വര. അത് വിട്ടുവിട്ടിട്ടല്ലാതെ നമ്മൾ നോട്ട് ചെയ്യണം. അടുത്തത് പുഴയെ സൂചിപ്പിക്കുന്ന വരകളാണ്. ഈ വരകൾ അധികം നീല നിറത്തിലായിരിക്കും ഇങ്ങനെ ഒരു വരകൾ ഇട്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേയെ സൂചിപ്പിക്കുന്ന വരകൾ ഇത്തിരി വണ്ണമുള്ള ചുവന്ന വരകളാണ്. റെയിൽ റോഡ്, അതായത് തീവണ്ടിപ്പാളം, അതിനെ സൂചിപ്പിക്കുന്ന വരകളാണ് ഇത്. ഇനി കൺട്രിയുടെ ക്യാപിറ്റലാണ് ഈ സ്റ്റാർ ചിഹ്നത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം, ഇപ്പോൾ ഇന്ത്യയുടെ ആണെങ്കിൽ സ്റ്റാർ ഇട്ട് കൊടുക്കുന്നത് ഡൽഹിക്കായിരിക്കും. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ജില്ലയുടെ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. അവിടെ ഒരു കറുത്ത പുള്ളി ഇട്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് പോർട്ടാണ്. ഒരു കപ്പലിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സീ പോർട്ടാണ്. അടുത്തത് എയർപോർട്ടാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വിമാനം വന്നിറങ്ങും. സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് വണ്ണം കുറഞ്ഞ ഒരു ചുവന്ന വരയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കാർട്ടോഗ്രാഫി? കാർട്ടോഗ്രാഫി എന്നാൽ എന്ത്? ഉത്തരം: കാർട്ടോഗ്രാഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ്. ഭൂപടം പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു പ്രിപ്പയർ മാപ്സ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. ഭൂപടങ്ങളൊക്കെ വരയ്ക്കുന്ന വ്യക്തിയെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യ ഈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ്, വെരിഫൈയിങ് ആൻഡ് പബ്ലിഷിംഗ് മാപ്സ് ഇൻ അവർ കൺട്രി. ഇന്ത്യയിൽ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള, അതായത് നമ്മളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെയും അതിലെ സ്റ്റേറ്റ്സിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഒക്കെ ആ മാപ്പ് വരയ്ക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഗവൺമെൻറ് ഏജൻസി എന്ന് പറയുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അവർ തന്നിരിക്കുന്ന മാപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത മാപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂണിലാണ്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് ഓഫ് യുവർ സ്കൂൾ ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിൽ ഭൂപടങ്ങൾ ഉണ്ടാവും. ആ ഭൂപടം നിരീക്ഷിച്ചതിന് ശേഷം ആൻസർ എഴുതാനാണ് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ മാപ്പുകൾ ഉണ്ടാവും. ആ വീട്ടിലെ മാപ്പ് നോക്കിയാലും നമുക്കിത് എഴുതാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഉത്തരം: തിരുവനന്തപുരം. ദ നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? കാസർഗോഡ്. ദ ഡിസ്ട്രിക്റ്റ് വിച്ച് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് 2 സ്റ്റേറ്റ്സ്. കേരളത്തിലെ ഒരു ജില്ല 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ആ ജില്ല ഏതാണെന്നാണ്. അതായത് ഒരു ജില്ല 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഉത്തരം: വയനാട്. അടുത്ത ചോദ്യം നോക്കാം. ദ ഡിറക്ഷൻ ഇൻ വിച്ച് ദ ഭാരതപ്പുഴ ഫ്ലോസ്. ഭാരതപ്പുഴ ഒഴുകുന്നത്, എന്നിട്ട് അതിൻ്റെ തുടക്കം തന്നിട്ടുണ്ട്. ഫ്രം ഈസ്റ്റ് ടു, എങ്ങോട്ടാണ് എന്നും കൂടി നമ്മൾ എഴുതിയാൽ മതി. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം: ഡയറക്ഷൻ ഓഫ് റെയിൽവേ ലൈൻ ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആ റെയിൽ പാത, അത് ഫ്രം നോർത്ത് ടു എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത് ആണോ, നോർത്ത് ടു ഈസ്റ്റ് ആണോ, നോർത്ത് ടു വെസ്റ്റ് ആണോ, ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? നമുക്ക് 2 അയൽ സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അത് ഏതെല്ലാം എന്ന് എഴുതുക. അടുത്ത ഒരു ചോദ്യം: ID കാർഡ് ഓഫ് ഡിസ്ട്രിക്റ്റ്. ജില്ലയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങളുടെ ജില്ലയുടെ ഒരു ID കാർഡ് തയ്യാറാക്കുക എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ ജില്ലയെക്കുറിച്ച് താഴെ പറയുന്ന ഈ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ പൊതുവായിട്ട് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചൊരു ID കാർഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ഥാനം, അത് ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം. ID കാർഡ് തിരുവനന്തപുരം ജില്ല എന്ന് കൊടുക്കണം. സ്ഥാനം, അതിൻ്റെ പൊസിഷൻ എവിടെയെന്നാണ്? കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. നൈബറിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? തമിഴ്നാട്. എയർപോർട്ട് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. റെയിൽവേ സ്റ്റേഷൻ, അത് ഏതാണ്? ഏതെങ്കിലും ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് എഴുതേണ്ടത്.
പോർട്സ് എന്ന് പറഞ്ഞാൽ തുറമുഖമാണ്. കപ്പൽ വന്ന് നിൽക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഇല്ല, കടൽ തീരമുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇല്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്യേണ്ട. അതർ ഫീച്ചേഴ്സ്, മറ്റ് എന്തെങ്കിലും ഫീച്ചേഴ്സ് എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാം. ഇപ്പം ട്രിവാൻഡ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് എഴുതാം, കേരളാസ് ക്യാപിറ്റൽ എന്ന് എഴുതാം. അതേപോലെ അവിടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട്. അതുപോലെ ഒരു ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനാധിപത്യം എന്ന വാക്ക് രൂപപ്പെട്ടത് എങ്ങനെ? ഇതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ വീഡിയോ നീണ്ടു പോകും, അതുകൊണ്ടാണ് വായിക്കാത്തത്. നിങ്ങളിത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കുക. ഗ്രാമസഭ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ചൊരു ചെറു കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി? ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. അത് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് ഈ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലോ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതിന് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ വായിച്ചു തരുന്നില്ല. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് കംപ്ലീറ്റ്. നെക്സ്റ്റ് ചോദ്യം, ഗതാഗത മാർഗങ്ങൾ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ചില സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ഗതാഗതത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. അവിടെ പുസ്തകത്തിൽ 4 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ ഗതാഗതത്തിൻ്റെ സവിശേഷതകൾ. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ? ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്? വ്യോമ ഗതാഗതത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. ഇനി നമുക്ക് ടെസ്റ്റിലുള്ള ഒരു ചോദ്യമാണ് നോക്കാനുള്ളത്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്, ലിസ്റ്റ് ദം ഇൻ യുവർ നോട്ട് ബുക്ക്. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതൊക്കെ ഭൂപടം നിരീക്ഷിച്ചതിന് ശേഷം എഴുതാനാണ്. 3 ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. കേരളത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നാണ്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഫ്രം ദ സീ ലെവൽ. ഇതിൽ ഓരോന്നിൻ്റെയും ഉയരം എത്രയാണ്, അതായത് സീ ലെവലിൽ നിന്നുള്ള ഉയരമാണ് നമുക്ക് ഈ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ ബിലോ 7.5 മീറ്റേഴ്സ് ആണ്. മിഡ്ലാൻഡ് അതായത് ഇടനാട്, അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് അതായത് സീ ലെവലിൽ നിന്നുള്ള 7.5 മീറ്റേഴ്സ് ആൻഡ് 75 മീറ്റേഴ്സ്. ഇനി നമുക്ക് ഹൈലാൻഡ് നോക്കാം. മലനാട് എബവ് 75 മീറ്റേഴ്സ്. 75 മീറ്ററിലും കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് ഹൈലാൻഡ് എന്നുള്ളതിൽ പെടുന്നത്.
നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇലസ്ട്രേഷൻസ് ഗിവൺ ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ ആർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. ഫൈൻഡ് ഔട്ട് ആൻഡ് എൻലിസ്റ്റ് മോർ സച്ച് കോണ്ടെസ്റ്റ്. മണ്ണിൻ്റെ സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്ന് എഴുതാനാണ്. ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. നമുക്ക് പേജ് 143 ഒരു ചോദ്യം അതിൻ്റെ ഉത്തരവ് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഓഫ് ഹൈലൻഡ്, മിഡ്ലൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻ. ഹൈലൻഡിലെയും മിഡ്ലൻഡിലെയും കോസ്റ്റൽ റീജിയനിലെയും പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെ എന്ന് എഴുതാനാണ്. അപ്പോൾ ഹൈലൻഡിൽ നമുക്ക് ടീ, റബ്ബർ, കോഫി, കാർഡമം, നട്ട്മെഗ്, പെപ്പർ, കാബേജ്, കോളിഫ്ലവർ അങ്ങനെ എഴുതാം. മിഡ്ലാൻഡിലുള്ളത് കോക്കനട്ട്, റബ്ബർ, പാടി, നട്ട്മെഗ്, ബനാന, വെജിറ്റബിൾസ്. ഇനി കോസ്റ്റൽ ഏരിയയിൽ തീരപ്രദേശത്തുള്ളത് പാഡി, വെജിറ്റബിൾസ്, ഫിഷ് കൾട്ടിവേഷൻ, ക്രാബ് കൾട്ടിവേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കൃഷികൾ. ഇത്രയുമാണ് നമുക്ക് സെക്കൻഡ് ടൈമിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പാഠപുസ്തകം നന്നായി വായിക്കുക. പുസ്തകത്തിൽ നിന്ന് ഏത് ചോദ്യം വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 5ാം ക്ലാസ്സിൽ സെക്കൻഡ് ടൈമിൽ പഠിക്കാൻ ഒരു മലയോളമുണ്ട്. അതിൽ നിന്നും ഒരു 5ഓ 6ഓ ചോദ്യമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ എത്ര പഠിച്ചാലും അധികമാകാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ ഉള്ളത്. കണ്ടന്റ് കുറേ ഉണ്ടെങ്കിലും ടഫായിട്ടുള്ളതൊന്നുമില്ല, അങ്ങനെ ഒരു മെച്ചമുണ്ട്. ഏതായാലും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതേപോലെ ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.